സ്വർഗരാജ്യം തേടുന്നതിന് വേണ്ടിയും അമർത്യത കൈവരിക്കുന്നതിന് വേണ്ടിയും ശ്രമം നടത്തുന്ന മനുഷ്യൻ ഇന്ന് ദൈവത്തിൽ വിശ്വാസം കുറയുകയും മതത്തിൽ അമിതമായ വിശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് ഒരു ആപൽക്കരമായ പ്രവണതയല്ലേ? അത് ഞാൻ പറഞ്ഞു തരാതെ തന്നെ കാണുന്നുണ്ടല്ലോ. അതായത് ശരിയായ മാർഗം കാണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള മാർഗം ഇടുങ്ങിയതാണ്, കല്ലും മുള്ളും നിറഞ്ഞതാണ്, വിശാലമായതല്ല. നിർഭാഗ്യവശാൽ ഇപ്പോൾ എല്ലാവരും പലരും വിശാല മാർഗത്തിൽ കൂടി പോയി എങ്ങെത്താതെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ടി വി ദിവസേന ഉള്ളതിൽ നിങ്ങൾക്ക് കേൾക്കാം, ഈ എയ്ഡ്സ് മാറ്റാൻ പറ്റാത്തൊരു മാറാരോഗമാണ്. അതിന് വന്നു കഴിഞ്ഞാൽ പ്രതിവിധിയില്ല, വരാതിരിക്കാൻ സൂക്ഷിക്കണം. അതിനുവേണ്ടി വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കണം. ഇത് പണ്ടേ ബൈബിളിലും മറ്റും പറയുന്ന കാര്യങ്ങളാണ്. അത് ഈശ്വരവിശ്വാസം കുറയുന്നത് കൊണ്ടാണോ ഇത് ഉൾക്കൊള്ളാൻ മനുഷ്യന് കഴിയാതെ വരുന്നത്? അതുകൊണ്ട് അതൊരു പ്രധാന കാരണമാണ്. പക്ഷേ ക്ഷേമരാഷ്ട്രം ഈ ലോകത്ത് ഏറ്റവും സുഖമായിട്ട് ജീവിക്കണം. ആ സുഖമായിട്ടുള്ള ജീവിതം നിരാശയിൽ അവസാനിക്കാറുള്ളത്. ഞാനിപ്പോൾ യൂറോപ്പിൽ പര്യടനം ചെയ്തിരുന്ന സമയത്തൊക്കെ ഈ ഒരു സത്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ഏറ്റവും സൗകര്യപ്രദമായിട്ടൊരു ജീവിതം നയിക്കുന്നവർക്ക് അവസാനം വരുമ്പോൾ കല്ലും മുള്ളുമാണ് അനുഭവപ്പെടുക. വിശ്വാസപരമായ ഏതെങ്കിലും കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ മതപണ്ഡിതന്മാരും മതമേധാവികളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആ കാര്യം ചർച്ച ചെയ്ത് അതിൽ സംശയ നിവാരണം നടത്തിയ ഒരു തീരുമാനത്തിലെത്തുന്നതിന് പകരം രാജ്യത്തെ നിയമ കോടതിയിലേക്ക് ആ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടുപോകുകയും ക്രൈസ്തവരല്ലാത്ത അഭിഭാഷകന്മാർ രണ്ട് ഭാഗങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത് വരുന്ന വിധി സ്വീകരിക്കുന്നത് ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാടാണ്. അത് നിർഭാഗ്യകരമാണ്. അല്ല, എല്ലാം നിർഭാഗ്യകരമെന്ന് പറഞ്ഞത് കൊണ്ടായില്ലല്ലോ. അതിന് എന്താണ് ഒരു പരിഹാരം? ഞാനല്ല ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, അതിന് സഭ എന്താണെന്ന് മനസ്സിലാക്കണം, സഭയുടെ ഘടന എന്താണെന്ന് മനസ്സിലാക്കണം, സഭയുടെ പരമാധ്യക്ഷൻ ആരാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവും. ആർച്ച് ബിഷപ്പ് ബൈബിളും ഹൈന്ദവ വേദങ്ങളും ഒക്കെ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഈ ബൈബിളും ഈ വേദങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ണി ഈ പഠനത്തിനിടയിൽ അങ്ങക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിപ്പോൾ ബൈബിളും വേദങ്ങളും അതുപോലെയുള്ള മറ്റു സിദ്ധാന്തങ്ങളുമൊക്കെ ലക്ഷ്യം ഒന്നാണ്. അതായത് പരമാനന്ദത്തിലെത്തുക. ഉപനിഷത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട് ഡിസയർലെസ് സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടതെന്ന്. എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാത്തൊരവസ്ഥ, അതായത് സമ്പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി കിട്ടുന്ന ഒരവസ്ഥ. അതായത് നമ്മളിപ്പോൾ നിത്യസൗഭാഗ്യം എന്ന് പറയുമല്ലോ, അതിലെത്താനാണ് ഇവരെല്ലാവരും ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് മൈത്രേയി യാജ്ഞവൽക്യൻ്റെ 2 ഭാര്യകളിൽ ഒരുത്തിയാണ്. അപ്പോൾ യാജ്ഞവൽക്യൻ അവരോട് പറഞ്ഞു, ഞാൻ സന്യാസത്തിലേക്ക് പോകാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താവശ്യമെന്ന് പറയൂ. അപ്പോൾ മൈത്രേയി പറഞ്ഞു, അമർത്യതയാണ് എനിക്ക് ആവശ്യം, എന്ന് വെച്ചാൽ സൗഭാഗ്യത്തിലെത്തണം. അപ്പോൾ ഇതാണ് ഉപനിഷത്തുകളിൽ നിന്നുള്ള ഈ ഋഷിവര്യന്മാരുടെ എല്ലാവരുടെയും ആഗ്രഹം. ബ്രഹ്മനെ തേടി പോകുന്നതും പരമാത്മയിലേക്ക് പോകുന്നതും എല്ലാം ഈ സൗഭാഗ്യം അന്വേഷിച്ചു കൊണ്ടാണ്. ക്രിസ്തു തുടക്കത്തിൽ തന്നെ സ്വർഗരാജ്യം, നിങ്ങൾ സ്വർഗരാജ്യം അന്വേഷിക്കുവിൻ, മറ്റെല്ലാം നിസ്സാരങ്ങളാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ മാറ്റം മതത്തെ രാഷ്ട്രീയമായി കൂടുതൽ കൂട്ടി കലർത്താൻ മതമേധാവികൾ തന്നെ, അത് ഏത് മതത്തിൽപ്പെട്ടവരായാൽ തന്നെ സന്നദ്ധരാകുന്നു, അല്ലെങ്കിൽ അതിന് താല്പര്യം കാണിക്കുന്നു. ഇത് തീർച്ചയായും ഒരു ചീത്ത പ്രവണതയല്ലേ? അതിപ്പോൾ കൃഷ്ണനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സീസറിൻ്റെ സീസറിന് കൊടുക്കൂ, ദൈവത്തിൻ്റെ ദൈവത്തിന് കൊടുക്കൂ. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. മത സൗഹാർദ്ദതയും മതേതരത്വമാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്നാണ് ഇന്ത്യയിലെ പഴയ നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. ആ മതസൗഹാർദ്ദത നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ
ക്രൈസ്തവ സഭയുടെ ഒരു മേലധ്യക്ഷൻ എന്ന നിലയിൽ അങ്ങക്ക് എന്താണ് നിർദ്ദേശങ്ങളുള്ളത്? എന്താണ് അതിനുള്ള ക്രിയാത്മകമായ ഫലപ്രദമായ മാർഗം? ഞാൻ ഇപ്പോൾ റോയ് പറഞ്ഞ പോലെ റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു ആർച്ച് ബിഷപ്പാണ്. എനിക്ക് വീസ കിട്ടിയിട്ടുണ്ട് മുകളിലേക്ക് പോകാൻ. ആ വീസയും കാത്തിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന് ഭരിക്കുന്ന ആളുകളാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും പരിഹാരം കണ്ടെത്തേണ്ടതും. എനിക്ക് പ്രാർത്ഥിക്കാനേ ഒക്കുള്ളൂ. എന്നാൽ സാധാരണഗതിയിൽ റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകളാണല്ലോ പഴയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ തലമുറയിലെ മതമേധാവികൾക്ക് ഉപദേശം കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒളിച്ചോടാൻ അങ്ങ് ശ്രമിക്കുന്നതായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓടാൻ സാധ്യമല്ല. ഇപ്പോൾ പ്രായം കൊണ്ട് ഞാൻ മടികുത്തിയെ പിടിച്ചാണ് നടക്കുന്നത്. അത് ഞാൻ ഓടുന്നില്ല. പക്ഷേ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്, വരുന്നവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്.